ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് ക്രാഫ്റ്റ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം വെച്ചിട്ട് ഒരു ചെറിയ മാമ്പഴക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം മാമ്പഴം നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. അപ്പോൾ തൊലിയൊക്കെ നന്നായിട്ട് ഒന്ന് എടുത്ത് മാറ്റണം. അതിന് ശേഷം നമുക്ക് മാമ്പഴം ഞാൻ നല്ലതായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ആദ്യം കുറച്ച് കറിവേപ്പില വേണം, 3 പച്ചമുളക്, 1 കപ്പ് തേങ്ങ, കുറച്ച് ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇനി സ്റ്റൗ കത്തിക്കാൻ പോണ പാത്രം അടുപ്പിൽ വെച്ചു. നമുക്ക് മാങ്ങയൊക്കെ നമുക്ക് പാത്രത്തിലേക്കിടാം. കുറച്ചായിട്ട് നമുക്ക് മാങ്ങയൊക്കെ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്തൊരു വെള്ളം വേണോ ചാറിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് പച്ചമുളകും കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട്, എരിവ് അധികം വേണ്ടാത്തവർക്ക് അതനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം മിക്സി ജാറിലേക്ക്. അതിന് ശേഷം ഒരു 3 നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ അധികം ഒഴിക്കേണ്ട. അത് പുളി കുഴഞ്ഞ തൈരായതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചോളൂ. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി എന്തായി നമുക്ക് നോക്കാം. കറി അപ്പം നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മാമ്പഴത്തിന് അധികം വേവ് വേണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള വേഗമാകുമ്പോൾ എടുക്കാം. ഇനി നമുക്ക് അരപ്പ് നോക്കാം. അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വേണം, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വേണം. അരപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മാമ്പഴക്കറിക്ക് ഇത്തിരി മധുരമൊക്കെ വേണ്ട കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം വേണമെന്നുള്ളവർക്ക് മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഒന്ന് പതഞ്ഞ് വന്നാൽ മതിയാവും. ഒന്ന് തിളച്ചൊന്ന് പതഞ്ഞ് വറ്റേ. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. അപ്പോൾ എനിക്ക് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വറുത്തിട്ടതിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.